നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു, വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇതുവരെ ഗസയിലെ പട്ടിണിപ്പാവങ്ങളെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു ഇസ്രായേൽ വിളിച്ചു വരുത്തുന്നു, കൊന്നുകളയുന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ലെബനോനിൽ സാധാരണക്കാരെ കൊന്നുകളയുന്നു. യമനിലെ ഹൂത്തികളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ സാധാരണക്കാരെ കൊല്ലുന്നു. ഇതിനൊക്കെ അമേരിക്ക കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട് അവർ സാധാരണക്കാരെ കൊന്നുകളഞ്ഞുകൊണ്ട് ഞങ്ങളാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന അവകാശവാദം മുഴക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് നിമിഷവും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് അത്തരത്തിൽ പറയാൻ പോലും ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിക്കും, ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കും, അമേരിക്ക പോലും ഇസ്രായേലിനോട് കാലുപിടിച്ച് അപേക്ഷിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടിരുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗവും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. സൗദിയുടെ ഭാഗത്തു നിന്ന് ഇറാനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇറാൻ യുദ്ധമുണ്ടാകും, എത്രയും പെട്ടെന്ന് നിങ്ങൾ അമേരിക്കയുമായി ആ ആണവ കരാറുമായി സഹകരിക്കുക എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കാതെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ഒരു പുല്ല് വില പോലും കൊടുക്കാതെ അമേരിക്ക തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ എന്തൊക്കെയോ അണിയറയിൽ സംഭവിക്കുന്നു എന്ന കാര്യം ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. റഷ്യ ഈ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാനും മാസങ്ങളായി റഷ്യ ഇറങ്ങും, റഷ്യ ഇതാ വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ്. ഒരുപക്ഷെ യുക്രൈനേക്കാൾ അവർ ശത്രുവായി കാണുന്നത് ഇസ്രായേലിനെയാണ്. ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധം ഏതാനും വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു പ്രഹരം റഷ്യക്ക് ഏൽപ്പിക്കാൻ യുക്രൈൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് യുക്രൈന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണ് എന്ന ഒരു ബോധ്യം ഇപ്പോൾ റഷ്യക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇറാനെ റഷ്യ സഹായിക്കുന്നതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ വളരെ രഹസ്യമായി യുക്രൈൻ ആയുധങ്ങൾ കൊടുത്തത്. ഇത് മനസ്സിലാക്കിയതിനു ശേഷം റഷ്യൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്ത ഇറാൻ പുതിയ മിസൈൽ പരീക്ഷിച്ചു എന്നുള്ളതാണ്. 2 ടൺ വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ച് അത് വിജയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ മിസൈലുമായി ബന്ധപ്പെട്ട്, ഈ മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ മിസൈലിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇറാനിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിച്ചാൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ വ്യോമതാവളത്തിലേക്കും ഇതെത്തിക്കാൻ കഴിയും. അത്രമാത്രം ദൂരം ഈ മിസൈലിന് സഞ്ചരിക്കാൻ കഴിയും. വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ്. അതുപോലെ തന്നെ 2 ടണ്ണോളം ഭാരം വഹിക്കാൻ ഈ മിസൈലിന് കഴിയും. അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകദേശം ഫോണിൽ വിളിച്ച് 40 മിനിറ്റോളം സംസാരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും എന്താണ് സംസാരിച്ചത്, എന്ത് ആശങ്കകളാണ് പങ്കുവച്ചത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യയുടെ പിന്തുണയോടുകൂടി ഇറാൻ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ അത് പൂർത്തീകരിക്കാൻ റഷ്യ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും ഇസ്രായേലിന് ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് ഇറാനേക്കാൾ ഇപ്പോൾ റഷ്യയുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന വാർത്തകളിൽ വരും ദിവസം വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.